ഹായ് ഓൾ, നമ്മൾ നോക്കുന്നത് ബോട്ട് ആൻഡ് സ്ട്രീംസ്. നമ്മൾ പല എക്സാമ്പിളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരാൾ നീന്തുന്നത് ഈ വെള്ളത്തിന് അനുകൂലമായിട്ട് നീന്തി, പ്രതികൂലമായിട്ട് നീന്തി, അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ വേഗത, ഒഴുക്ക് ജലത്തിൻ്റെ വേഗത എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബോട്ട് പോകുന്നുണ്ട്, അത് ജലത്തിന് അനുകൂലമായിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേഗതകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പല പല എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അതും ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല, ഒരു 10-20 ക്വസ്റ്റ്യനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്താൽ മതി തൽക്കാലം, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ 2-3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ചെറിയ ഇക്വേഷൻസ്, കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതുമൊന്നുമില്ല, എളുപ്പമാണ്. കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസേ ഉള്ളൂ. നിങ്ങൾക്കത് 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് പഠിക്കും. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു വേഗതയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു വേഗതയുണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിലെ വേഗത, നിശ്ചല ജലത്തിലെ വേഗത. അപ്പോൾ ഒരാൾ നീന്തുവാണ്, അവിടെ വെള്ളം ഒഴുകുന്നില്ല എന്ന് വെച്ചാൽ വെള്ളം ഒഴുകാതെ, ഇപ്പോൾ നമ്മളൊരു സ്വിമ്മിംഗ് പൂളാണെന്ന് വിചാരിക്കുക, സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ഒഴുകുന്നില്ലല്ലോ. അതുപോലെ സ്റ്റിൽ വാട്ടർ എന്ന് പറയും, അതായത് നിശ്ചലമായിട്ട് കിടക്കുന്ന വെള്ളത്തിലെ അയാളുടെ വേഗതയാണ് എ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത. ഓക്കെ, ഇത് ഒരാളുടെ വേഗതയാണ്, ഇത് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത. അപ്പോൾ ഇത് ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നിശ്ചലമായി കിടക്കുന്ന ഒരു വെള്ളത്തിൽ ഒരാൾ നീന്തുവാണ്, അയാൾ നീന്തുമ്പോൾ അയാളുടെ വേഗതയാണ് എ. ബി എന്ന് പറഞ്ഞാൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത, ഒരു പുഴ ഒഴുകുന്നുണ്ട്, ആ വെള്ളത്തിൻ്റെ വേഗതയാണ്. അപ്പോൾ ഇയാൾ ഈ വെള്ളത്തിന് അനുകൂലമായിട്ട്, ഇപ്പോൾ ഒഴുക്ക് വെള്ളം ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഇയാളും ഇങ്ങോട്ട് തന്നെയാണ് നീന്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പം ഇത് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യൂല്ലേ ശരിക്കും ഇതിനെ? അതായത് നമ്മുടെ വേഗതേനെ നമ്മൾ ഒഴുക്കിലേക്ക് നീന്തുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലേ, അല്ലേ? നമുക്ക് എളുപ്പം കുറച്ച് പയ്യെ നമ്മൾ അധികം ഫോഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഒഴുകി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ, അപ്പോൾ ഒഴുക്കിന് അനുകൂലം എന്നാണ് പറയുന്നത്, ഒഴുക്കിന് അനുകൂലം. ഓക്കെ, അനുകൂല വേഗത, ഒഴുക്കിന് അനുകൂല വേഗത, അതായത് സെയിം ഡയറക്ഷനിലേക്കാണ്. അതായത് ഒഴുക്ക് വെള്ളം എങ്ങോട്ടാണോ അങ്ങോട്ടാണ് നമ്മൾ നീന്തുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നിശ്ചല ജലത്തിൻ്റെ വേഗതയാണ്. അയാൾ വെള്ളം ഒഴുകുന്നില്ല, വെള്ളം സ്റ്റഡിയായിട്ട് കിടക്കണം, അവിടെ അയാൾ നീന്തുമ്പോൾ അയാൾക്ക് എ എന്ന് പറയുന്ന സ്പീഡാണ് എടുക്കാൻ പറ്റുന്നത്. ഇനി വേറൊരു വെള്ളമാണ്, ആ വെള്ളത്തിന് സ്പീഡുണ്ട്, അത് ബി ആണ്. ബി എന്ന് പറയുന്ന ഒരു സ്പീഡിൽ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഈ വെള്ളത്തിന് അനുകൂലമായിട്ട് ഒഴുകി കഴിഞ്ഞാൽ അയാളുടെ വേഗത എന്ന് പറഞ്ഞാൽ A+B ആയിരിക്കും. ഓക്കെ, ഒഴുക്കിന് അനുകൂലമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ A+Bയും, എതിരെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒഴുക്കിനെതിരെയാണ്, അപ്പോൾ ഒഴുക്കിന് നേരെ, ഇത് ഒഴുക്കിൻ്റെ അതേ ഡയറക്ഷനിൽ, ഇത് ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ വേഗത വരുന്നത്? അയാളുടെ A-B ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എ എന്ന് പറയുന്നത് നിശ്ചല ജലത്തിലെ വേഗതയാണ്, ബി എന്ന് പറയുന്നത് ഒരു ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയാണ്. അപ്പോൾ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത, അതായത് ഒഴുക്കിന് അനുകൂലമായിട്ട് നമ്മൾ നീന്തുകയാണെങ്കിൽ A+B ആയിരിക്കും അയാളുടെ വേഗത കിട്ടുന്നത്. ഇനി എതിരെ നീന്തുമ്പോൾ നമ്മൾ കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും, അല്ലേ? കൂടുതൽ എനർജി എടുക്കേണ്ടി വരും നീന്താനായിട്ട്. അപ്പോൾ വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുമ്പോൾ നമ്മളെ വെള്ളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ച് എനർജി മതി. അപ്പോൾ A+B എന്ന് പറയുന്ന വേഗത കിട്ടും നമുക്ക്. എതിരെ വരുമ്പോൾ A-B എന്ന് പറയുന്ന വേഗതയായിരിക്കും കിട്ടുന്നത്. ഇനി അപ്പോൾ ഈ 2 ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒഴുക്കിന് അനുകൂല വേഗത എന്ന് പറഞ്ഞാൽ A+Bയും, ഒഴുക്കിനെതിരെയുള്ള വേഗത എന്ന് പറഞ്ഞാൽ A-Bയും. ഇനി നമുക്ക് വേറെ 2 ഇക്വേഷൻ കൂടെ ഉണ്ട്, ഇനി വേറെ കളറിൽ എഴുതാം. അപ്പം ഇനി ഒരാൾ നീന്തുകയാണ്, X-Y എന്ന് പറഞ്ഞ 2 വേഗത എഴുതാം. ഓക്കെ, X-Y എന്ന് പറഞ്ഞ 2 വേഗത ഞാൻ എഴുതിയിരിക്കുകയാണ്. X എന്ന് പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത്. ഓക്കെ, അതായത് ഒഴുക്കിന് അനുകൂലമായിട്ട് ഒരാൾ നീന്തിയ വേഗതയാണ് എക്സ്. ഇനി ഒഴുക്കിന് എന്താണ്? എതിരെ. ഓക്കെ, ഒഴുക്കിന് എതിരെ. ഓക്കെ, ഒഴുക്കിനെതിരെ നീന്തുന്ന വേഗതയാണ് വൈ. മനസ്സിലായോ? അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ട് ഉള്ള സ്പീഡ്, അത് ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുന്ന വേഗത എത്ര? എക്സ് എന്നെടുത്തു. ഒഴുക്കിനെതിരെ നീന്തുന്നത് വൈ എന്നെടുത്തു. ഇവിടെ നമുക്ക് A+Bയും A-B കിട്ടിയതിന് പകരം ഞാൻ എക്സും വൈ എന്നെടുത്തു. ഇങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുവാണ്. ഇങ്ങനെ തന്നിട്ട് ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജലത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ X+Y/2 എടുത്താൽ മതി. ഓക്കെ, ഇനി ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളാണ്, X - Y/2 എടുത്താൽ മതി. അത്രേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ 4 ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ. ഈ 4 ഇക്വേഷൻ മതി. ഇനി ചെറിയ ചെറിയ ഇക്വേഷൻസ് ആവശ്യം വരുന്നത് ഞാൻ ആ സമയത്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു എ എന്ന് പറയുന്നത് നിശ്ചല ജലത്തിൻ്റെ വേഗതയാണ്. ബി എന്ന് പറഞ്ഞാൽ ആ ജലത്തിൻ്റെ വേറൊരു ജലത്തിൻ്റെ വേഗതയാണെങ്കിൽ ഒരാൾ നീന്തുവാണ്, ആ ജലത്തിന് അനുകൂലം അല്ലെങ്കിൽ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തിയാൽ അയാളുടെ വേഗത A+B ആയിരിക്കും. ഇനി ആ ഒഴുക്കിനെ എതിരെയാണ് നീന്തുന്നതെങ്കിൽ A-B ആയിരിക്കും. ഇനി നമ്മൾ വേറെ 2 സാധനങ്ങൾ തന്നിരിക്കുക, വേറെ 2 വേഗതകൾ. ഒഴുക്കിനെതിരെ ഒരാളുടെ വേഗത x km/h, ഒഴുക്കിന് അനുകൂലം x km/h, ഒഴുക്കിനെതിരെ y km/h നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് എന്ത് ചോദിക്കും? നിശ്ചല ജലത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറയും. നിശ്ചല ജലത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ x + y/2. ഇനി അതായത് ഒഴുക്കിന് അനുകൂലമുള്ള വേഗത പ്ലസ് ഒഴുക്കിന് പ്രതികൂല വേഗത /2 ചെയ്താൽ മതി. ഇനി ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നെ ചെയ്താൽ മതി? x - y/2. ഒഴുക്കിന് അനുകൂലമുള്ള വേഗത മൈനസ് ഒഴുക്കിന് പ്രതികൂലമുള്ള വേഗത /2 എടുത്താലും നിങ്ങൾക്ക് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 10 കിലോമീറ്ററും ഒഴുക്കിലെ വേഗം 4 കിലോമീറ്ററും ആണെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി ബോട്ടിൻ്റെ വേഗത എത്ര? ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ബോട്ടുണ്ട്, അതിൽ നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ട് നമുക്കല്ലേ, 10 കിലോമീറ്റർ. പിന്നെ ഒഴുക്കിൻ്റെ വേഗത തന്നിട്ടുണ്ട്. ഒഴുക്കിന് അനുകൂലമാണെങ്കിൽ നമ്മളവിടെ എന്താ കണ്ടുപിടിക്കാൻ, എന്താ നമ്മുടെ ഇക്വേഷൻ? A+B അല്ലേ? ഇതിൽ A എത്രയാ? A 10, B 4. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 10 + 4 14 km/h. കേട്ടോ, 14 km. നിങ്ങൾ വലിയ കഥയൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നത്, ഞാൻ പറഞ്ഞു തന്ന കാര്യം മാത്രം ഓർക്കുക. അടുത്തത്, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 7ഉം ഒഴുക്ക് വേഗം മണിക്കൂറിൽ 3ഉമാണ്. ഓക്കെ, അപ്പോൾ ഇത് A ആണ്. ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അനുകൂലമായിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കാം ക്വസ്റ്റ്യൻ പേപ്പറില്ലേ. A എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ Aയും ഒഴുക്ക് വേഗത B 3 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് എന്താണ് അനുകൂലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A+B. 7 + 3 10 എന്ന് കിട്ടും. 10. ഓപ്ഷൻ A ആണ് ആൻസർ. 10 km/h. യൂണിറ്റ് ഒക്കെ നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂർ 15 കിലോമീറ്ററും ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 5 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് എതിരായി എതിര് വന്നാൽ എന്താണ് നമ്മുടെ ഇക്വേഷൻ? A-B അല്ലേ? അനുകൂലം A+Bയും എതിര് A-B ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സിമ്പിൾ. ഓക്കെ, A-Bയും. അപ്പോൾ ഇത് എത്ര? 15 എന്ന് പറഞ്ഞ് A എന്ന് എഴുതാൻ നമുക്ക്. ഈ 5 എന്ന് പറഞ്ഞത് B അല്ലേ? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത Bയും ബോട്ടിൻ്റെ വേഗത Aയുമാണ്. അപ്പോൾ A-B എത്ര കിട്ടും? 15 - 5 എത്രയാ? 10 km/h. ഓക്കെ, ഓപ്ഷൻ C ആണ് ആൻസർ. ഇനി അടുത്തത്, നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ 8 കിലോമീറ്ററും ഒഴുക്കിൽ വേഗത 2 കിലോമീറ്ററും ആയാൽ ഒഴുക്കിന് എതിരായി നീന്താൻ. അപ്പോൾ ഇത് ഏതാണ്? A ആണ്. ഇത് ഒഴുക്കിൻ്റെ വേഗത B ആണെങ്കിൽ എതിരെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണല്ലേ? ഓപ്പോസിറ്റ് അത് എടുക്കാനായിട്ട് എന്താണ്? A-B. അപ്പോൾ 8 - 2. 8 - 2 എന്ന് പറഞ്ഞാൽ 6 km/h ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ D ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ആ ഒരു 2 സെറ്റ് പാറ്റേൺ കഴിക്കും നമ്മുടെ. ഇനി ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗതയിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 8 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നുവെങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത. നമ്മളൊരു ഇക്വേഷൻ എഴുതിയില്ലായിരുന്നോ? നിശ്ചല ജലത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ വേണ്ടി x + y/2 അല്ലേ? അതായത് x എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട് നീന്തുന്നതും y എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ടും. ഇവിടെ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളത് എന്താണ്? x. ഒഴുക്കിന് പ്രതികൂലമായി അല്ലെങ്കിൽ എതിരായിട്ട് അതെത്രയാണ്? y ആണല്ലേ? അപ്പോൾ x + y/2 എടുത്താൽ പോരെ. അപ്പോൾ 12 + 8/2. എന്ത് എളുപ്പത്തിലാണ് കിട്ടുന്നത് നോക്കിയ ആൻസർ 20/2 10 km/h. ഓപ്ഷൻ A ആണ് ആൻസർ. മനസ്സിലായോ? ഒരെണ്ണം ചെയ്യുമ്പോൾ കിട്ടും. ഒരാൾ ഒഴുക്കിന് അനുകൂലമായിട്ട് 16 കിലോമീറ്റർ, അനുകൂലം ഏതാണ്? x കിലോമീറ്റർ വേഗതയിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിലും എതിര് y എങ്കിൽ നിശ്ചല ജലത്തിൻ്റെ അയാളുടെ വേഗത. നിശ്ചല ജലത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ x + y/2 ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ എത്രയാ? 16 + 4/2. 16 - 4 20. 20/2 10. 10 km/h. ഓക്കെ, 10 km/h. ഓപ്ഷൻ D ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിലും ഒഴുക്കിന് എതിരായി മണിക്കൂറിൽ 5 കിലോമീറ്റർ വേഗതയിലും. ഓക്കെ, ഇപ്പോൾ അനുകൂലം എന്ന് പറഞ്ഞാൽ x എന്ന് എഴുതിക്കോളൂ. അപ്പോൾ തന്നെ
പ്രതികൂലം അല്ലെങ്കിൽ എതിരായി എന്ന് പറഞ്ഞുകൊടുത്ത് y എന്ന് എഴുതിക്കാളോ. എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത അത് നിശ്ചല വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിച്ചത്. നിശ്ചല വെള്ളം എന്തായിരുന്നു? x+y/2. ഒഴുക്ക് വെള്ളമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? x-y/2 അല്ലേ? x-y/2. അപ്പോൾ എത്രയാണ്? 15 - 5/2. 15 - 5 എത്രയാണ്? 10. 10/2 5. 5 km/h ആണ് നമ്മുടെ ആൻസർ. ഇതാ ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒഴുക്കിന് അനുകൂലമായിട്ട് 16 കിലോമീറ്റർ വേഗതയിലും ഒഴുക്കിന് എതിരായിട്ട് 4 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നു. എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത ഒഴുക്ക് അനുകൂലത്തിന് നമ്മൾ എന്താ എഴുതുന്നത്? എക്സ്, പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് വൈ. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ x-y/2 അല്ലേ? അപ്പോൾ 16 - 4/2. 16 - 4 എത്രയാ? 12. 12/2 എത്രയാ? 6 അല്ലേ? 6 km/h. ഓക്കെ, 6 km/h ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്നു. ഒഴുക്കിന് അനുകൂലം. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണ്. എങ്കിൽ ഒഴുക്കിന് എതിരായി അയാളുടെ വേഗത എത്ര? ഓക്കെ, ഒഴുക്കിന് എതിരായിട്ട് എന്നല്ലേ വെച്ചേക്കുന്നത്? ഒരാൾ ഒഴുക്കിന് അനുകൂലമായി എന്ത് ചെയ്യണം? എക്സ് കിലോമീറ്ററിലും ഇതിപ്പോൾ എക്സ് ആയിട്ട് എടുക്കുക. അനുകൂലം എക്സ് ആയിട്ട് എടുക്കുക. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത അല്ല നമ്മളോട് പിന്നെന്താ ചെയ്യുന്നത്? ഒഴുക്കിന് എതിരായിട്ടുള്ളത് വൈ അല്ലായിരുന്നു, നമ്മുടെ വൈ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത എക്സ്, ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട്. ഒഴുക്കിന് എതിരായിട്ടുള്ള വേഗതയെ വേണ്ടേ? എതിരായിട്ടുള്ള വേഗത നമ്മളെങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? എതിരായിട്ടുള്ള വേഗത നമ്മൾ വൈ എന്നല്ലേ കൊടുത്തുകൊണ്ടിരുന്നത്? വൈ അല്ലേ? എതിരായിട്ടുള്ള വേഗത വൈ ആണ്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത വൃത്തിയായിട്ട് എഴുതട്ടെ. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ x-y/2 എന്നല്ലായിരുന്നു എഴുതിയത് നമ്മൾ. x-y/2. ഇവിടെ നമുക്ക് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത തന്നിട്ടുണ്ടല്ലേ? 3 തന്നിട്ടുണ്ട്. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് നമുക്ക് 10 തന്നിട്ടുണ്ട്. വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്, അറിയില്ല. അപ്പോൾ നമുക്ക് 2 × 3 അല്ലേ? 2 × 3 = 10 - y അല്ലേ? അപ്പോൾ 3 - 2 6. 6 = 10 - y അല്ലേ? അപ്പോൾ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ -y = 6 - 10 y = 4 എന്ന് കിട്ടും. 4. ഓപ്ഷൻ എ ആണ് ആൻസർ. 4 km/h. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇനി ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത മണിക്കൂർ 4 കിലോമീറ്റർ ആണ്. എങ്കിൽ ഒഴുക്കിനെതിരായി അയാളുടെ വേഗത എത്ര? ഒഴുക്കിന് എതിരായിട്ടുള്ള അയാളുടെ വേഗതയാണ് വേണ്ടത്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഒഴുക്ക് വെള്ളത്തിന് അനുകൂല വേഗത നമുക്ക് ഇവിടെ തന്നിട്ടില്ലേ? ഒഴുക്ക് വെള്ളത്തിന് അനുകൂല വേഗത എത്രയാ? x-y/2 അല്ലേ? x-y/2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 ആണ് അല്ലേ? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്. നിശ്ചലല്ലായിരുന്നെങ്കിൽ x+y/2 എന്ന് എടുത്താൽ മതിയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അനുകൂലമുള്ളതിന് നമ്മൾ x എന്നല്ലേ പറയുന്നത്? എക്സ് എതിരുള്ളതാണ് വൈ അല്ലേ? വൈ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കോ, എക്സ് എത്രയാ? 20 - y/2 = 8 അല്ലേ? അപ്പോൾ 20 - y = 2 × 8 അല്ലേ? 20 - y = 8 × 2 16. അപ്പോൾ -y = 16 - 20 അല്ലേ? -y = -4 y = 4 എന്ന് തന്നെ കിട്ടും അല്ലേ? y = 4. തെറ്റിയോ? ശരിയാണല്ലോ. തെറ്റിയോ? എവിടെയോ? ഒരാൾ അനുകൂലമായിട്ട് 20 കിലോമീറ്റർ വേഗത സഞ്ചരിക്കുന്നു. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത 4 കിലോമീറ്ററാണ്. ഒഴുക്കിനെതിരായി അയാളുടെ വേഗത എത്ര? എതിരായിട്ടുള്ള വേഗതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എതിരായിട്ടുള്ള വേഗത വെച്ചാൽ y ആണ്. അപ്പോൾ x-y/2 = 4. ഇവിടെ ഞാൻ എഴുതി തെറ്റിപ്പോരെ? ഇവിടെ തെറ്റി. കറക്റ്റാക്കാവേ. ഇതൊക്കെ കറക്റ്റാണ്. ഇവിടെയാണ്
4. അപ്പോൾ 4 × 2 ഇവിടെ 8 വരുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് 20 - y = 8, y - y = 20 8 - 20 അല്ലേ, 8 - 20 - y = -16 അല്ലേ, അല്ല 16 അല്ല -12. എത്രയാണ്? 12 ഇട്ടല്ലോ 20 -12 -12 y = 12. 12 ഇല്ല ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ അനുകൂലം ഉള്ളതിന് നിങ്ങൾ എക്സ് എന്ന് കൊടുക്കുക, പ്രതികൂലം ഉള്ളതിന് വൈ എന്ന് കൊടുക്കുക, നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി അടുത്തത്, ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 40 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരായി 18 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ടും സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത, നമുക്കിവിടെ വേഗത തന്നിട്ടില്ല അല്ലേ, വേഗത നമുക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം അല്ലേ. വേഗത എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ദൂരം ബൈ സമയം അല്ലേ, ദൂരം ബൈ സമയം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത ഇപ്പോൾ എ എന്നെടുക്കാം. എ = 40 സമയം. എത്ര കിലോമീറ്ററാണ് ഇതല്ലേ എസ്? എത്ര കിലോമീറ്ററാണ് സഞ്ചരിച്ചേക്കുന്നത്? 40 കിലോമീറ്റർ. എത്ര മണിക്കൂർ കൊണ്ട്? 5 മണിക്കൂർ. അപ്പോൾ 40/5 8 km/h എന്ന് നമുക്ക് കിട്ടും. എ കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 18 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ട്. അപ്പോൾ 18/3. ഇപ്പോൾ എത്ര കിട്ടി? 6 - 3 = 18. 6 km/h അല്ലേ. 6 8 6 നമുക്ക് കിട്ടി. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയല്ലേ. ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്താണ്? അത് ഞാൻ എക്സും വൈന്നും തന്നെ എഴുതാം. നമ്മൾ എക്സും വൈന്നും തന്നെയല്ലേ എഴുതി പഠിച്ചേക്കുന്നത്. എയും ബിയും വേണ്ട, എക്സ് അല്ലേ അനുകൂലമായ വേഗത. അനുകൂലമായ വേഗത എക്സ്, ഇത് വൈ. അപ്പോൾ നമ്മുടെ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്താ? x - y/2 എന്നല്ലേ നമ്മൾ പഠിച്ചേ. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 8 - 6/2. 8 - 6/2 എത്ര? 8 ന്ന് 6 പോയാൽ 2, 2/2 1 km/h വന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ദൂരമാണ് തന്നിരിക്കുന്നത്. ദൂരവും സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ ദൂരവും സമയം കണ്ടാലും ദൂരം ബൈ സമയം എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേഗതയായിരിക്കും. ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 60 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരായി 30 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ടും സഞ്ചരിക്കുന്നു എങ്കിൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എന്താ? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത നമുക്ക് അനുകൂലമുള്ളതിനെ എക്സ് എന്ന് എഴുതാം, പ്രതികൂലമായിട്ടുള്ളതിനെ വൈ എന്ന് എഴുതാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ദൂരം തന്നിട്ടുണ്ട്. അപ്പോൾ 60 തന്നിട്ടുണ്ട്. 60/5 എത്രയാണ്? 12 5 60 അല്ലേ. അപ്പോൾ 12 km/h എന്ന് കിട്ടും. ഏത്? അനുകൂലമായിട്ടുള്ള വേഗത 60/5 12 km/h ആണ്. ഇനി എതിരെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററാണ്. 30/6 30 എത്രയാണ്? 6 5 30 അല്ലേ. അപ്പോൾ 5 km/h ആണ് എതിരായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നത്, ഒഴുക്കിനെതിരായിട്ട് സഞ്ചരിക്കുന്നത് എത്രയാണ്? 5 km/h. നമ്മളോട് ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? x - y/2 അല്ലേ. x - y/2. അപ്പോൾ 12 - 5/2. 12 - 5 എത്രയാണ്? 7 5 12. 7 7/2. 7/2 എന്ന് പറഞ്ഞാൽ 3.5 അല്ലേ. നമ്മുടെ ഓപ്ഷൻ ഉണ്ട് 12. 7 5 അല്ലേ 12. അപ്പോൾ 3.5 km/h അല്ലേ. 7ന്റെ പകുതി 3.5 അല്ലേ. 3.5. ഓക്കെ, km/h. ഇതാണ് ആൻസർ. അടുത്തത് ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 60 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരായി 30 കിലോമീറ്റർ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത എത്ര? സെയിം തന്നെ ഇക്വേഷൻ. നമ്മുടെ അനുകൂലമുള്ളതിന് ഞാൻ എക്സ് എന്ന് എഴുതി, എതിരുള്ളതിനെ വൈ എന്ന് എഴുതി. ഇപ്പോൾ 60 കിലോമീറ്റർ 5 മണിക്കൂർ. 60/5 12 5 60 12 km/h ആണ് നമ്മുടെ അനുകൂലമായിട്ടുള്ള വേഗത. ഇനി എതിരെന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ 6 മണിക്കൂർ. അപ്പോൾ 30/6 5 km/h അല്ലേ. 6 5 30. അപ്പോൾ നമുക്ക് 30 കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നിശ്ചല ജലം അല്ലേ. നിശ്ചല ജലത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത എത്രയാ? x + y/2 അല്ലേ. x + y/2. അപ്പോൾ 12 + 5/2. 12 5 17/2. 17/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 8.5 അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. 8.5 km/h. ഓക്കെ, ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. അതുപോലത്തെ ഒഴുക്കിന് അനുകൂലമായി 40 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരായി 18 കിലോമീറ്റർ 3 മണിക്കൂർ കൊണ്ടും സഞ്ചരിക്കുന്നു എങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എത്ര?
അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ അനുകൂലമായി സഞ്ചരിക്കുന്നത്. ദൂരം എത്രയാ, 40/5 സമയം, 40/5 8×5 40, 8 km/h ആണ് അനുകൂലമായി, അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന 8 km/h. ഇനി ഓപ്പോസിറ്റ് പോകുന്ന എത്രയാ, 18 km/3 അല്ലേ, 18/3 6 km/h. അപ്പം നമുക്ക് എക്സും വൈയും കിട്ടി. ഇനി എന്താ വേണ്ടത്, നിശ്ചല ജലത്തിലെ അയാളുടെ വേഗത. നിശ്ചല ജലത്തിലെ വേഗത എത്രയാ, x+y/2 അല്ലേ, x+y/2, 8 + 6/2, 8 × 14/2, 7 km/h. ഓക്കെ, 7 km/h ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ടാണ്. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 6 km വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായി നീന്താൻ കഴിയും എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര? സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ നിശ്ചിത ജലത്തിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, നിശ്ചല ജലത്തിൻ്റെ വേഗത നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയുകയാണ് ഒരാൾ ഒഴുക്കുള്ള പുഴയിൽ നീന്തുവാണ്. ഈ ഒഴുക്കുള്ള പുഴയിൽ നീന്തിയപ്പം ഒഴുക്കിന് എതിരായിട്ട് നീന്തുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താൻ കഴിയും. അപ്പം ഞാൻ 6 km വേഗത്തിൽ നിശ്ചല ജലത്തിൻ്റെ വേഗത ഉള്ള ഒരു വെള്ളത്തിൽ ഞാൻ നീന്തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത്തിരി ഒരു ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുവാണ്. അപ്പോൾ ഒഴുക്കുള്ള വെള്ളത്തിൽ നീന്തുന്നതിൻ്റെ വേഗതയുടെ പകുതി വേഗതയിലായിരിക്കും അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ നീന്തിയാൽ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞാൽ പകുതി വേഗത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, 1/3 എടുത്താൽ മതി. ഏതിൻ്റെ 1/3? നിശ്ചല ജലത്തിലെ വേഗതയുടെ 1/3. ഓക്കെ, 1/3 ഇൻറ്റു നിശ്ചല ജലത്തിലെ വേഗത. എപ്പോഴാണ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇരട്ടി നിങ്ങൾ കണ്ടാൽ. ഓക്കെ, ഇരട്ടിന്ന് നിങ്ങൾ കണ്ടാൽ എന്ത് ചെയ്താൽ മതി, നിശ്ചല ജലത്തിലെ വേഗത എന്താണെന്നുണ്ടാവും, ഇരട്ടി വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒഴുക്ക് വെള്ളത്തിൽ നീന്താൻ പറ്റും ഓപ്പോസിറ്റ് നീന്തേക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1/3 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര വരും, 6 അല്ലേ നമുക്ക് തന്നേക്കുന്നത്, 6/3 2 km/h. അതായത് അത് ഇവിടുത്തെ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 2 km/h ആയിരിക്കും. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. നിശ്ചല ജലത്തിൽ മണിക്കൂർ 15 km വേഗത്തിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ ഇരട്ടി കിട്ടിയാൽ എന്ത് ചെയ്താൽ മതി, 1/3 ഇൻറ്റു ആ നിശ്ചലത്തിൻ്റെ വേഗത എടുക്കുക. അപ്പോൾ 15/3 എത്രയാണ്, 5 km/h ആണ് നമ്മുടെ ആൻസർ. /3 എടുത്താൽ മതി. ഓക്കെ, ഇരട്ടി എന്ന് പറഞ്ഞാൽ /3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ ഇതേപോലെ തന്നെ 10 km, നിശ്ചല ജലത്തിൻ്റെ വേഗത ഇതിൽ നീന്തുന്നത് 10 km വേഗതയിലാണ് നീന്തുന്നത് നിശ്ചല ജലത്തിൽ. ഓക്കെ, മനസ്സിലായോ? നിശ്ചല ജലത്തിൽ 10 km വേഗതയിൽ നീന്താൻ കഴിയുന്ന ഒരാൾ ഒഴുക്കുള്ള പുഴയിൽ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ 3 ഇരട്ടി. ഓക്കെ, ആദ്യത്തെ എത്രയായിരുന്നു, ഇരട്ടി. ഇവിടെ എത്ര ഇരട്ടിയായി, 3 ഇരട്ടിയായി. ഓക്കെ, അപ്പോൾ 3 ഇരട്ടിയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 10/2 5 km/h ആയിരിക്കും ആ ഒഴുക്കിൻ്റെ വേഗത. ഞാൻ ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ്. അതായത് ഒരാളുണ്ട്, അയാൾക്ക് നിശ്ചല ജലത്തിൽ നീന്തുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഒഴുക്കുള്ള ഒരു ജലമുണ്ട്, ആ ജലത്തിലെ പുള്ളി ഒഴുക്കിന് നീന്തുന്നതിൻ്റെ പകുതി വേഗതയിലായിരിക്കും ഒഴുക്കിന് എതിരെ നീന്തുമ്പോൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം, 1/3 എടുത്താൽ മതി. ഇതിൻ്റെ നിശ്ചല ജലത്തിലെ വേഗതയുടെ 1/3 എടുക്കാം. ഇനി 3 ഇരട്ടി വേഗത്തിൽ പുള്ളിക്ക് ഒഴുക്കിന് നീന്തുമ്പോൾ 3 ഇരട്ടി വേഗത എടുക്കാൻ പറ്റും. ഒഴുക്കിന് പ്രതികൂലമായിട്ട് നീന്തുന്നതിൻ്റെ 3 ഇരട്ടി വേഗതയിൽ ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്താൻ കഴിയും. അയാളുടെ നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, /2 എടുത്താൽ മതി ആൻസറിനെ. ഓക്കെ, നിശ്ചല ജലത്തിലെ വേഗതയുടെ /2. നിശ്ചല ജലത്തിൽ മണിക്കൂർ 16 km വേഗത്തിലാണ് നീന്താൻ കഴിയുന്നത്. ഒഴുക്കുള്ള പുഴ നീന്തിയപ്പോൾ ഒഴുക്കിനെതിരായി നീന്തുന്നതിൻ്റെ 3 ഇരട്ടി കണ്ടോ, 3 ഇരട്ടി അനുകൂലമായി നീന്താൻ കഴിയും എങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 16/2 8. ഓക്കെ, 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ /2 എടുത്തേക്കാം, 8 km/h. ഓക്കെ, അടുത്തത് നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 10 km വേഗത്തിൽ നീന്തുന്ന ഒരാൾ മണിക്കൂറിൽ 2 km വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നദിയിൽ ഒഴുക്കിന് അനുകൂലമായി 10 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. സിമ്പിളാണ്, നമുക്ക് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ, സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ, സ്പീഡല്ലേ വെലോസിറ്റി അല്ലേ, വേഗത ഇൻറ്റു സമയമാണ് ദൂരം. അപ്പോൾ നമുക്കിവിടെ എന്ത് വേഗത കണ്ടുപിടിക്കണം അല്ലേ, ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ നമുക്കിവിടെ സമയം തന്നിട്ടുണ്ട് 10 അല്ലേ, ഇതിന് ഞാൻ ചെയ്യുന്നിട്ട് സമയം തന്നിട്ടുണ്ട്. 10 km വേഗത്തിൽ നീന്തുന്ന ഒരാൾ മണിക്കൂർ 2 km വേഗത്തിൽ ഒഴുകുന്ന പുഴയിൽ ഒഴുക്കിന് അനുകൂലം അല്ലേ, ഒഴുക്കിന് അനുകൂലം. അപ്പോൾ നമ്മുടെ വേഗത എത്രയായി, വേഗത എന്ന് പറഞ്ഞാൽ A+B അല്ലേ, അനുകൂലം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് A, ഇത് B. അപ്പോൾ എന്ത് കിട്ടും വേഗത, 10 + 2 12
km/h എന്ന് കിട്ടി അല്ലേ. 12 km/h വേഗതയിലാണ് പുള്ളി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ 12 മനസ്സിലായോ? നിശ്ചല ജലത്തിൽ 10 കിലോമീറ്റർ വേഗത നിന്ന ഒരാൾ ഒഴുക്കുള്ള ജലത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കുള്ള ജലത്തിലെ വേഗത എത്രയാണ്? 2 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ 10 + 2 അല്ലേ, നദിയുടെ വേഗതയാണ് 2 കിലോമീറ്റർ. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ടായതുകൊണ്ട് 10 + 2 12 km/h എന്ന് കിട്ടി അയാളുടെ വേഗത. അപ്പോൾ അയാളിങ്ങനെ 12 km/h വേഗതയിൽ നീന്തിക്കൊണ്ടിരിക്കുക. എത്ര മിനിറ്റ് നീന്തും അയാൾ? 10 മിനിറ്റ് നീന്തും. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് നമുക്ക് കിട്ടി. സ്പീഡ് ഇൻറ്റു 12, 10 കിലോമീറ്റർ, 10 മിനിറ്റ് എന്നല്ലേ, അത് നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റണേ. കാരണം നമുക്കിവിടെ വേഗത മണിക്കൂറിലാണ്, /60 അല്ലേ. അപ്പോൾ ഇത് 12 5 60 അല്ലേ, 5 2 10. അപ്പോൾ നമുക്ക് 2 കിലോമീറ്റർ എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇതാ 2 കിലോമീറ്റർ. ഒരു ക്വസ്റ്റ്യനോടെ കാണിച്ചു തരാം. നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗത്തിൽ നിന്ന ഒരാൾ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിൽ ഒഴുകുന്ന നദിയിൽ ഒഴുക്കിന് അനുകൂലമായി 20 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. അനുകൂലമാകുമ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള? A + B. അപ്പോൾ A എത്രയാ? 15, B എത്രയാ? 6 അല്ലേ. അപ്പോൾ 15 + 6 എത്രയാ? 21 എന്ന് കിട്ടി. അപ്പോൾ 21 km/h ഇയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മിനിറ്റ് സഞ്ചരിക്കണം? 20 മിനിറ്റ്. അപ്പോൾ 21 ഇൻറ്റു സമയം അല്ലേ, 20 മിനിറ്റ്. മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി? മണിക്കൂറിലേക്ക് മാറ്റി. /60 ഇട്ടാൽ മതി. 0 0 വെട്ടി 2 6 വെട്ടിയിട്ട് 3, 21/3 എത്രയാ? 7 കിലോമീറ്ററാണ് അയാൾ സഞ്ചരിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി ഒരു നിശ്ചിത ദൂരം സമയം വെച്ചിട്ടുള്ളതാണ്. 6 മണിക്കൂറും ഒഴുക്കിന് എതിരെ ആ ദൂരം സഞ്ചരിക്കാൻ 9 മണിക്കൂറും എടുത്തു. ഒഴുക്ക് വെള്ളത്തിന് 3 കിലോമീറ്റർ വേഗതയുണ്ടെങ്കിൽ നിശ്ചിത ജലത്തിൽ ബോട്ടിൻ്റെ വേഗത. ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഇക്വേഷൻ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചേക്കാം. S × T1 + T2 / T1 - T2. ഇത്രയേ ഉള്ളൂ സംഭവം. അതാ 2 സമയം നിങ്ങൾക്ക് തരും. ഒന്ന് ഏതാണ്? അനുകൂലമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു സമയം T1. അതുപോലെ തന്നെ എതിരെ സഞ്ചരിക്കാനുള്ളൊരു സമയം തരും T2. ഒരു വേഗതയും തരും. ഏതാ? ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗതയും തരും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കാനുള്ളൊരു സമയം തരും, പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്ന സമയം തരും, അതിൻ്റെ വേഗതയും തരും. ഇത്രയും കിട്ടിയാൽ S × T1 + T2 / T1 - T2 ഇക്വേഷൻ കിട്ടിയോ? S × T1 + T2 / T1 - T2 എന്തൊക്കെ തരും നമുക്ക്? ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കുന്ന സമയം, എതിരെ സഞ്ചരിക്കുന്ന സമയം, അതുപോലെ തന്നെ അതിൻ്റെ ഒഴുക്ക് വെള്ളത്തിലെ അതിൻ്റെ വേഗതയും തന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ 3 അല്ലേ വേഗത. T1 എത്രയാ? 6, T2 എത്രയാ? 9. അപ്പോൾ 6 + 9 വലിയതിൽ നിന്ന് ചേർത്ത് കുറച്ചത് 9 - 6. അപ്പോൾ 3 × 9 6 15 അല്ലേ. 9 - 6 3 3 വെട്ടി. അപ്പോൾ എത്രയായി? 15 km/h ആണ് ആ ബോട്ട് സഞ്ചരിച്ചേക്കുന്നത്. കേട്ടോ, 15 km/h ആണ് ബോട്ട് സഞ്ചരിച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ളൊരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്ന സമയം തരും, പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയം തരും. പിന്നെ അതുപോലെ തന്നെ ആ ബോട്ടിൻ്റെ വേഗത, ഒഴുക്കുവെള്ളത്തിലെ വേഗത നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അന്നേരം നിങ്ങളോട് പറയും നിശ്ചല ജലത്തിൽ ആ ബോട്ടിന് എന്ത് വേഗത ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇതാ ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ 8 മിനിറ്റ് T1 മണിക്കൂറും ഒഴുക്കിനെതിരെ ദൂരം സഞ്ചരിക്കാൻ 12 മണിക്കൂറും അത് T2 എടുത്തു. ഒഴുക്ക് വെള്ളത്തിൽ അതിൻ്റെ വേഗത തന്നിട്ടുണ്ട്, അത് ഞാൻ S എന്നിട്ടു. നിശ്ചല ജലത്തിൽ അതിൻ്റെ വേഗത എത്ര, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? S × T1 + T2 / T1 - T2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? S എത്രയാ? 3 × 8 + 12 / 12 - 8 അല്ലേ. 12 - 8 എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ 3 × 12 = 20, 4 ഇത് വെട്ടി 5, 5 × 3 15 km/h. അയ്യോ 15 ഇല്ലേ? ഇവിടെ 3 km/h. ഓക്കെ, ഇത് ഈ ഓപ്ഷൻസ് തെറ്റാട്ടോ, ഓപ്ഷൻസ് തെറ്റാണ്. 15 km/h ആണ്. മനസ്സിലായില്ലേ? 3 കിലോമീറ്ററാണ് വേഗത. അപ്പോൾ നിങ്ങൾക്ക് 2 സമയം തന്നിട്ടുണ്ട്. എന്താണ് അത്? ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കാനും ഒഴുക്കിന് പ്രതികൂലമായിട്ട് സഞ്ചരിക്കാനുള്ള സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങൾ നമ്മൾ T1 T2 ആയിട്ട് എടുക്കുക. S എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം, ദൂരമല്ല, വേഗത, ഒഴുക്ക് വെള്ളത്തിലെ വേഗത തന്നിട്ടുണ്ടാകും. ഓക്കെ, നിശ്ചലത്തിൻ്റെ വേഗതയായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എക്സാമ്പിൾക്ക് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, താങ്ക് യു.